ഹായ് ഹലോ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2025 നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 70/2025. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലാഗണന ക്രമത്തിലാക്കുക. ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലാഗണന ക്രമത്തിൽ ആക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1931. ഈഴവ മെമ്മോറിയൽ എന്നാണ്? 1896. പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1947. പാലിയം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1947. വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1924 മുതൽ 1925 വരെയാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. അപ്പം കാലാഗ്രഹണ ക്രമത്തിലാക്കുക എന്നതാണ്. അപ്പൊ ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ്. ഒന്ന്, ഗുരുവായൂർ സത്യാഗ്രഹം 1931, ഈഴവ മെമ്മോറിയൽ 1896, പാലിയം സത്യാഗ്രഹം 1947, വൈക്കം സത്യാഗ്രഹം 1924 മുതൽ 1925 വരെ. ആദ്യം ഏതാണ്? ഈഴവ മെമ്മോറിയൽ, പിന്നെ വൈക്കം സത്യാഗ്രഹം, പിന്നെ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം, പിന്നെ ഏതാണ്? പാലിയം സത്യാഗ്രഹം. ഇങ്ങനെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹം എന്താ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931 നവംബറിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. തൊട്ടുകൂടായ്മ, തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ്? തൊട്ടുകൂടായ്മ, തീണ്ടൽ തുടങ്ങിയ ഐത്താചാരങ്ങൾക്ക് എതിരായി നടത്തിയ സമരമാണെന്ത്? ഗുരുവായൂർ സത്യാഗ്രഹം. അടുത്തത് ഈഴവ മെമ്മോറിയൽ. ഈഴവ മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 13,176 ഈഴവർ ഒപ്പിട്ട് 1896 സെപ്റ്റംബർ 3 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളിന് ഡോക്ടർ പൽപുവിന്റെ നേതൃത്വത്തിൽ സമർപ്പിച്ച മഹാനിവേദനമാണ് എന്ത്? ഈഴവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. അടുത്തത് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? 1947 പാലിയം സത്യാഗ്രഹം നടന്നത്. പാലിയം സത്യാഗ്രഹം നടന്നതാണ് 1947. കൊച്ചിയിലെ നാടുവാഴി പാലിയത്തച്ഛന്റെ വീടിനടുത്തുള്ള പാലിയം ക്ഷേത്ര പരിസരത്ത് റോഡിൽ കൂടി അവർണർക്കും അഹിന്ദുക്കൾക്കും സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന സത്യാഗ്രഹമാണ് എന്ത്? പാലിയം സത്യാഗ്രഹം. എന്നാണ് നടന്നത്? 1947. 97 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. പാലിയം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്? 97 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. അടുത്തത് വൈക്കം സത്യാഗ്രഹം. 1924 തുടങ്ങി 1925 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 603 ദിവസം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്? 603 ദിവസം നീണ്ടു നിന്നിട്ടുണ്ട്. ഐക്യത്തിനെതിരെ സത്യാഗ്രഹ പ്രസ്ഥാനമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്നത്തെ കോട്ടയം ജില്ലയിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം? ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇനി അടുത്തത് എന്താ നോക്കാം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചോറ്റൂർ ശങ്കരൻ നായർ. അടുത്തത് 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ആർക്കാണ്? ലോർഡ് കഴ്സൺ. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരാണ്? സ്വദേശാഭിമാനിയാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. സ്വദേശാഭിമാനി സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കുര്യാക്കോസ് ഏലിയസ് ചാവറ സ്ഥാപിച്ചതാണ് ആത്മാനുപാതം. അപ്പൊ ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത് സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്?
സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം ആരംഭിച്ചത്. അടുത്തത് 1916 പൂനെയിലെ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ ആണ് 1916 പൂനെയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവെ. എവിടെയാണ് ഇത് സ്ഥാപിച്ചത്? മഹാരാഷ്ട്രയിലാണ് ട്ടോ. മഹാരാഷ്ട്രയിലാണ് ഇത് സ്ഥാപിച്ചത്. അടുത്തത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം എന്താണ്? കാരണം ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. എന്താണ്? ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം. നിസ്സഹകരണ സമരം നടന്ന വർഷം എന്നാണ്? 1922 ഫെബ്രുവരി 5-നാണ് നിസ്സഹകരണ സമരം നടന്നത്. എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് ട്ടോ. ഉത്തർപ്രദേശിലാണ് നിസ്സഹകരണ സമരം നടന്നത്. അപ്പൊ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുരത്തണമെങ്കിൽ ആദ്യം വേണം ഇന്ത്യയിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുക എന്നതായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് 1922 അവരെന്ത് ചെയ്ത്? ഒരു സ്റ്റേഷൻ ആക്രമിക്കുകയും ആളുകൾക്കെതിരെ, അതായത് ഒരു ജാഥ പങ്കെടുത്ത ആളുകൾക്കെതിരെ പോലീസ് വെടിവെക്കുകയും തുടർന്ന് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിടുകയും ചെയ്തു. 22 പോലീസുകാർ മരണപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് എന്ത് ചെയ്ത്? ഗാന്ധിജി എന്ത് ചെയ്ത്? നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തു ട്ടോ. 1922 ട്ടോ. ഇനി പൂനെ കരാർ എന്നാ നടന്നത്? 1932 സെപ്റ്റംബർ 3-നാണ് പൂനെ കരാർ നടന്നത്. എന്നാണ്? 1932 സെപ്റ്റംബർ 3-നാണ്. ഒന്നാം വട്ടമേശ സമ്മേളനം എന്നാണ്? 1930 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനോ 1932 മുതൽ നവംബർ മുതൽ 32 അല്ല ട്ടോ, 31 1931 നവംബർ മുതൽ സെപ്റ്റംബർ ഡിസംബർ ഈ കാലഘട്ടത്തിലാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പൊ പൂനെ കരാർ എന്നാണ്? 1932 സെപ്റ്റംബർ 3-ന്. ചൗരി ചൗര സംഭവം എന്നാണ്? 1922 ഫെബ്രുവരി 5-ന്. ഒന്നാം വട്ടമേശ സമ്മേളനം എന്നാ നടന്നത്? 1930 സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയാണ്. 1930 മുതൽ 31 വരെയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ഡിസംബർ. ഇനി മൂന്നാം വട്ടമേശ സമ്മേളനം എന്നാണ് നടന്നത്? 1932 നവംബർ ടു ഡിസംബറിന്റെ ഇടയിലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഈ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അടുത്തത് സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. സന്യാസി കലാപം നടന്ന വർഷം എന്നാണ്? 1863 മുതൽ 1800 വരെയാണ് സന്യാസി കലാപം നടന്നത്. എന്നാണ്? 1863 മുതൽ 1800 വരെയാണ് സന്യാസി കലാപം നടന്നത്. എവിടെയാണ് സ്ഥലം? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ഹിന്ദു സന്യാസിമാരുടെ ഒരു കലാപമായിരുന്നു എന്ത്? സന്യാസി കലാപം. ഇനി അടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത് എന്നാണ്? 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. എന്നാണ്? 1942 ഓഗസ്റ്റ് 8-നാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. അടുത്തത് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്?
വില്യം ജോൺസ്. വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ആ വർഷം എന്നാണ്? 1784 ജാനുവരി 15 കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ വെച്ചാണ് കേട്ടോ. ഫോർട്ട് വില്യം, കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ വെച്ചാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ജോൺസ് ആണ്. വർഷം ചോദിച്ചാൽ എന്താണ്? 1784 ജാനുവരി 15 എവിടെ വെച്ചിട്ടാണ്? കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ വെച്ചിട്ടാണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? വില്യം ജോൺസ്. വർഷം 1784 ജാനുവരി 15. എവിടെയാണ് സ്ഥലം? കൊൽക്കത്തയിലെ ഫോർട്ട് വില്യമിൽ വെച്ച്. അടുത്തത്, ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏതു സഭയിലാണ്? ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏതു സഭയിലാണ്? ഏത് സഭയിലാണ്? ലോകസഭയിലാണ് കേട്ടോ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിന്റെ ഏത് സഭയിലാണ്? ലോകസഭയിലാണ്. ഈ രാജ്യസഭയിലെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 250 അംഗങ്ങളാണ്. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ സഭയിൽ നിന്ന് പിരിഞ്ഞു പോകും ട്ടോ. ധനബില്ല് ആദ്യം അവതരിപ്പിച്ചത് എവിടെയാണ്? ലോകസഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിച്ചത്. ഇനി അടുത്തത്, മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ഏത് കോടതിയാണ്? അറിയുന്നവർ എന്തെങ്കിലും ഉത്തരങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ഏത് കോടതിയാണ്? 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുക? ഹൈക്കോടതിയെയാണ് സമീപിക്കാൻ കഴിയുക. ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയെയും ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയെയുമാണ് സമീപിക്കാൻ കഴിയുക. അപ്പം മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ സമീപിക്കാവുന്നതാണ്. മറ്റു കോടതികളിൽ ഒന്നും പോയാൽ നമുക്ക് മൗലികാവകാശങ്ങൾ ഏത് ലംഘിക്കപ്പെട്ടാലും സാധിച്ചെടുക്കാൻ സാധിക്കില്ല. അപ്പം ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഇവിടെ പോകേണ്ടത്? സുപ്രീം കോടതിയിൽ പോകേണ്ടത്. ഹൈക്കോടതിയിലോ? 226 പ്രകാരമാണ് ഹൈക്കോടതിയിലും പോകേണ്ടത് ട്ടോ. ഇനി അടുത്തത്, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 ആയി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 61ാം ഭരണഘടനാ ഭേദഗതിയാണ്. 61ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് കുറിച്ചത്. പണ്ട് കാലങ്ങളിൽ 21 വയസ്സായിരുന്നു. പിന്നീട് അത് 61ാം ഭേദഗതിയിലൂടെ അത് 18 വയസ്സായിട്ട് കുറച്ചു ട്ടോ വോട്ടിംഗ് പ്രായം. അടുത്തത്, വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റ് മാറ്റാണ്. അപ്പൊ വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺഗ്രസിന്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എത്രയാണ്? ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21A ആണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ട്ടോ. അടുത്തത്, താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നതിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. അപ്പൊ സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു. അതെ. സ്ഥിരം സഭ. അതെ. 5 വർഷമാണ് സഭയുടെ കാലാവധി. 5 വർഷമാണ് സഭയുടെ കാലാവധി ആണോ? അല്ല, 6 വർഷമാണ് സഭയുടെ കാലാവധി. രാജ്യസഭയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമല്ല, 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നുണ്ടോ? ഇല്ല. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആരാണ്? ഉപരാഷ്ട്രപതിയാണ് ട്ടോ. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് തെറ്റ്? 3ഉം 4ഉം തെറ്റാണ്. ഉത്തരം ഏതാണ്? സി ആണ് 1ഉം 2ഉം. അപ്പം സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. സ്ഥിരം സഭയാണ്. 5 വർഷമാണ്. അല്ല, 6 വർഷമാണ് രാജ്യസഭയുടെ കാലാവധി. ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഇനി രാജ്യസഭയിലെ പരമാവധി അംഗങ്ങൾ എത്രയാണ്? 250 അംഗങ്ങളാണ് പരമാവധി അംഗങ്ങൾ. എത്ര അംഗങ്ങളാണ്? 250 അംഗങ്ങളാണ് പരമാവധി അംഗങ്ങൾ. ഇതിൽ 12 അംഗങ്ങളെ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. 12 അംഗങ്ങൾ ആരാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്?
നാമനിർദ്ദേശം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. 12 അംഗങ്ങൾ രാഷ്ട്രപതിയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത്. ബാക്കി 238 പേര് എന്താണ് അംഗങ്ങളെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രതിനിധികളാണ്. ബാക്കി 238 പേര് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രതിനിധികളാണ്. അപ്പൊ ഇതിൽ എത്ര പേരാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 12 പേരെയാണ്. ബാക്കി 238 പേര് ഏതാണ്? സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പ്രതിനിധികളാണ്. ആരാണ് അധ്യക്ഷത വഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. 15ാമത് ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. മനസ്സിലായോ? അപ്പൊ സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് എന്നറിയപ്പെടുന്ന സ്ഥിരം സഭയാണ്. 6 വർഷമാണ് കാലാവധി. ഉപരാഷ്ട്രപതിയാണ് അധ്യക്ഷത വഹിക്കുന്നത്. പരമാവധി അംഗങ്ങൾ 280 ആണ്. 12 അംഗങ്ങളെ ആര് നാമനിർദ്ദേശം ചെയ്യുന്നു? രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നു. ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണനാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇനി അടുത്തത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എവിടെയാണ്? നമ്മുടെ ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കേരളത്തില് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം. എന്നാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്? 2025 മെയ് 2 പ്രധാനമന്ത്രി അത് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇനി അടുത്തത്, 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? JD വാൻസ്. JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അടുത്തത്, സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിന് സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആര്? അപ്പം സ്വതന്ത്രാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ്? VP മേനോൻ. അപ്പം ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. അടുത്തത്, ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ്? ചൈനയുമായിട്ടാണ് ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്. വർഷം എന്നാണ്? 1954. അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത്, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം എടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് എന്നാണ് രൂപീകരിച്ചത്? 1953 ഒക്ടോബർ 1 ട്ടോ. ഒക്ടോബർ 1 അതായത് പോറ്റി ശ്രീരാമലുവിന്റെ ഭരണാന്തരമാണ് ആന്ധ്രാപ്രദേശ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്രാപ്രദേശ് രൂപീകരിച്ചത്. 1956 നവംബർ 1 ഹൈദരാബാദിലെ 9 ജില്ലകൾ ആന്ധ്ര സംസ്ഥാനത്തോട് കൂട്ടിച്ചേർത്ത് ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തു ട്ടോ. പണ്ട് ആന്ധ്ര എന്നായിരുന്നു. അപ്പൊ തെലുങ്ക് സംസ്ഥാനമായിട്ട് ജീവിതാഗമനം ചെയ്ത വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു ആണ് ട്ടോ. അപ്പൊ ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊടുത്ത ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. അടുത്തത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ് ട്ടോ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോകസഭാ മണ്ഡലം ഏതാണ്? വാരണാസി. അടുത്തത് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനായിരുന്നു ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. ഇദ്ദേഹത്തിന് മുമ്പ് ആരായിരുന്നു? ഡോക്ടർ S സ്വാമിനാഥനായിരുന്നു ISRO ചെയർമാൻ. ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. അടുത്തത് ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. ഹിരാകുഡ്. ഹിരാകുഡ് ഏതാണ്? മഹാനദിയാണ് ഹിരാകുഡ്. സർദാർ സരോവർ ഏതാണ്? നർമ്മദയാണ് സർദാർ സരോവർ. കൃഷ്ണരാജസാഗർ ഏതാണ്? കാവേരിയാണ്. നിസാം സാഗർ ഗോദാവരി. ഉത്തരം ഏതാണ്? സി ആണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? അഗസ്ത്യമല. അഗസ്ത്യമലയാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. അടുത്തത് പുനർഗോഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? പുനർഗോഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആര്? ആരാണ്? മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ് പുനർഗോഹ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. അടുത്തത് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ. എന്നാണ് ആരംഭിച്ചത്? 1904 അത് ആരംഭിച്ചത്. അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു കേട്ടോ. തിരുനാളായിരുന്നു അന്നത്തെ ഭരണാധികാരി. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം മുതൽ ചെങ്കോട്ട വരെയാണ്. എന്നാണ് ആരംഭിച്ചത്? 1904 അന്നത്തെ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാളായിരുന്നു. അടുത്തത് ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത്? ഹിമാലയ പർവ്വത നിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏത് എന്നതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ശരിയാണോ? അല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? മേഘാലയാണ് കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? മേഘാലയയിലാണ്. ലോകത്തിൽ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. അതെ, ശരിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ. അതെ, മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ ഉണ്ട്. നിരപ്പായ താഴ്വരകളായ ദൂണുകൾ കാണപ്പെടുന്നുണ്ടോ? ഇല്ല, അത് തെറ്റാണ്. ഏതാണ് ശരി? ഉത്തരം സി ആണ്. 1ഉം 4ഉം സവിശേഷതകൾ അല്ല. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം എവിടെയാണ്? ബ്രഹ്മപുരം. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം ബ്രഹ്മപുരമാണ് കേട്ടോ. അടുത്തത് 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2027 ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. അടുത്തത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നതാണ്. ഏതാണ്? പാമ്പാട് ഷോല ദേശീയോദ്യാനമായി വന്നത് എന്നാണ്? 2003 പാമ്പാട് ഷോല ദേശീയോദ്യാനമായിട്ട് വന്നത് എന്നാണ്? 2003 പാമ്പാട് ഷോല ദേശീയോദ്യാനമായിട്ട് വന്നത്. അടുത്തത് മതികെട്ടാൻ ഷോല എന്നാണ് ദേശീയോദ്യാനമായിട്ട് വന്നത്? പാമ്പാട് ഷോല ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ്. തെറ്റാണ് കേട്ടോ, മാറിപ്പോയതാണ്, സോറി. അപ്പൊ പാമ്പാട് ഷോല ഏതാണ്? ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാട് ഷോല. മതികെട്ടാൻ ഷോല ദേശീയോദ്യാനം 2003 ദേശീയോദ്യാനമായിട്ട് വന്നു എന്നാണ്. മതികെട്ടാൻ ഷോല ദേശീയോദ്യാനം 2003 ദേശീയോദ്യാനമായിട്ട് വന്നു. ഇരവികുളം എന്നാണ് വന്നത്? ഇരവികുളം നീലഗിരി താറാണ്. സൈലന്റ് വാലി ഓഫ് നീലഗിരി കുന്നുകൾ. ഉത്തരം ഡി ആണ് കേട്ടോ. അടുത്തത് ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമാത്ര വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ലോകത്തിലെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമാത്ര വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാതങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാതം ഉഷ്ണക്കാറ്റിന് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശിക വാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഏതു പേരിലാണ്? ലൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് പെരിയാർ നദിയെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. പെരിയാർ നദിയെ ശരിയായ പ്രസ്താവന ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ.
അടുത്തത് കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കെ സ്മാർട്ട് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതി. കെ സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് കെ സ്മാർട്ട്. അടുത്തത് നെല്ലിക്കാംപട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യ കാലങ്ങളിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ ടൈഗർ റിസർവ്. അടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത് ഏതാണ്? പുല്ലമ്പ്ര പഞ്ചായത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. അടുത്തത് കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാശ്മീർ താഴ്വരയിലെ ഹിമാനികളുടെ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ്. കുങ്കുമപ്പൂ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ വിശേഷിപ്പിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണ് ഏതാണ്? കരോവാസ് മണ്ണാണ് കേട്ടോ, കരോവാസ് മണ്ണ്. അപ്പൊ ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കാശ്മീരാണ് കേട്ടോ. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ്? കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കാശ്മീരാണ്. ഇന്ത്യയുടെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ബാംഗ്ലൂരാണ് കേട്ടോ. അടുത്തത് ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് ആഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നതും കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളെ അറിയപ്പെടുന്നത് എന്താണ്? മഴ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് കേട്ടോ. അടുത്തത് വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായവ തിരിച്ചറിയുക. വേമ്പനാട്ട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക എന്നതാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനം. വേമ്പനാട്ട് കായൽ എവിടെയാണ് പതനസ്ഥാനം? കല്ലടയാറ്. വേമ്പനാട്ട് കായൽ എവിടെയാണ് പതനസ്ഥാനം? അവിടെ എവിടെയാണ് അവസാനിക്കുന്നത്? കൊച്ചിയിലാണ്. കൊച്ചിയിലെ അഴിമുഖം വഴിയാണ് കായൽ വെള്ളം കടലിലേക്ക് ഒഴുകുന്നു. അവസാനം എവിടെയാണ്? വേമ്പനാട് വടക്ക് ഭാഗം കൊച്ചി കായലുമായി ചേർന്ന് അറബിക്കടലിലാണ് വേമ്പനാട്ട് കായൽ പതിക്കുന്നത്. തെറ്റാണ് കേട്ടോ. അടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ആണോ? അല്ല, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. അതെ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അതെ, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ ആണോ? അല്ല, മൺട്രോത്തുരുത്ത് ദ്വീപ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടി കായലിലാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിലാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഇതിലേതാണ്? ഒന്നും തെറ്റ് ഏതാന്ന് ചോദിച്ചത് 1ഉം 4ഉം തെറ്റാണ്. കല്ലടയാറിന്റെ പതനസ്ഥാനമാണ് വേമ്പനാട്ട് കായൽ. അല്ല, കൊച്ചിയിലെ വേമ്പനാട്ട് കായൽ വടക്ക് ഭാഗത്ത് കൊച്ചി കായലുമായി ചേർന്ന് അറബിക്കടലിൽ പതിക്കുന്നു കേട്ടോ. വേമ്പനാട്ട് കായൽ വടക്ക് ഭാഗത്ത് കൊച്ചി കായലുമായി ചേർന്ന് വടക്ക് ഭാഗത്ത് അവസാനിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നു. മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായലാണ്. അല്ല, ഏത് കായലാണ് മൺട്രോത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടി കായലിലാണ്. അടുത്തത് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യമാണിത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ്? മ്യാൻമാറിൽ ഉണ്ടായ ഇനിയിപ്പോ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാണ്, മ്യാൻമാറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം ഏതാണ്? ഓപ്പറേഷൻ ബ്രഹ്മ. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് എന്ന് അറിയപ്പെടുന്ന തുറമുഖം ഏതാണ്? നീണ്ടകര. അടുത്തത് കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായോ തിരിച്ചറിയുക. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരിച്ചറിയുക. കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എറണാകുളമാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല എവിടെയാണ്? എറണാകുളം ജില്ലയാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്.
കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത് സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. ശരിയാണോ? അതെ, ശരിയാണ്. കേരളത്തിലെ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ലയിലാണ്. ശരിയാണോ? അതെ, ശരിയാണ്. തെറ്റ് ഏതാണ്? 3ഉം 4ഉമാണ് തെറ്റ്. കേരളത്തിലെ ഓക്കെ കേരളത്തിൽ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയിലാണ് വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല കേട്ടോ. ആലപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. ഇവിടെ പറഞ്ഞല്ലേ, ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരള ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. 1975 സ്ഥാപിതമായത് കേട്ടോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി എവിടെയാണുള്ളത്? ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് എവിടെയാണ്? വയനാടാണ് കേട്ടോ. ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത് എവിടെയാണ്? വയനാട്. റിസർവ് വനം എവിടെയാണ്? പത്തനംതിട്ടയാണ് കേട്ടോ. റിസർവ് വനം പത്തനംതിട്ടയാണ്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക. 44ാമത്തെ എത്രയാണ്? ചേരുംപടി ചേർക്കുക എന്നതാണ്. 1. കുരുമാടിക്കുട്ടൻ സ്മാരകം ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ് കുരുമാടിക്കുട്ടൻ സ്മാരകം. ചന്ദ്രഗിരി കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡാണ് ചന്ദ്രഗിരി കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലത്താണ് പുനലൂർ തൂക്കുപാലം. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? വാഗൺ ട്രാജഡി സ്മാരകം മലപ്പുറമാണ്. അപ്പം കരുമാടിക്കുട്ടൻ സ്മാരകം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ് കരുമാടിക്കുട്ടൻ സ്മാരകം. ചന്ദ്രഗിരി കോട്ട എവിടെയാണ്? കാസർഗോഡാണ്. പുനലൂർ തൂക്കുപാലം എവിടെയാണ്? കൊല്ലത്താണ്. വാഗൺ ട്രാജഡി സ്മാരകം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക എന്നതാണ്. ഏതാണ് ശരി? ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ശരിയാണ്. അടുത്തത് രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ശരിയാണ്. ഏതാണ്? ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക, രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. ബോക്സാർ കലാപം ഏത് രാജ്യത്താണ്? ചൈനയിലാണ് ബോക്സാർ കലാപം നടന്നത്. എന്നാണ്? ചൈനയിലാണ് കേട്ടോ. ചൈനയിലാണ്. 1899 മുതൽ 1901 വരെയാണ് ചൈനയിലെ ബോക്സാർ കലാപം നടന്നത്. അടുത്തത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെയാണ് നടന്നത്? ഫ്രാൻസിലാണ് കേട്ടോ. ഫ്രാൻസിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. രക്തരഹിത വിപ്ലവം എന്നാണ് നടന്നത്? 1688 കേട്ടോ. ശരിയായ ഉത്തരം ഏതാണ്? ഡി ആണ്. 2ഉം 4ഉമാണ് ശരി. ബോക്സർ കലാപം നടന്നത് ചൈനയിലാണ്. ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്ക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എവിടെ നടന്നത്? ഫ്രാൻസിലാണ്. രക്തരഹിത വിപ്ലവം നടന്നത് ഇംഗ്ലണ്ടിലാണ്. അടുത്തത് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏതാണ്? കോകില സന്ദേശമാണ് കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം. അടുത്തത് ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ചെഴുതുക. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക എന്നതാണ്. ഏതാണ്? ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെയാണ് കേട്ടോ. അടുത്തത് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റായവ കണ്ടെത്തുക. ഏതാണ് തെറ്റ്? 1ഉം 4ഉം 6ഉം തെറ്റാണ് കേട്ടോ. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്.
ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. ശരിയാണ് ട്ടോ. ഏതൊക്കെ തെറ്റ്? 1ഉം 4ഉം 6ഉം തെറ്റാണ്. അടുത്തത് 2025 മാർച്ചിൽ അന്തരിച്ച വാൽക്കീമർ എന്ന മേഖലയിൽ പ്രശസ്തനാണ് ആര്? 2025 അന്തരിച്ച വാൽക്കീമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ഏത് മേഖലയിലാണ് പ്രശസ്തന്? ചലച്ചിത്രരംഗം. അടുത്തത് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി പുരസ്കാരം ലഭിച്ചത്. ഇനി അടുത്ത ചോദ്യം, വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഒഡീഷ. ഒഡീഷയാണ് വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം. അടുത്തത്, സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത്. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. അടുത്തത്, കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഫംഗസ്. ഫംഗസ് എന്ന വിഭാഗത്തിൽപ്പെടുന്നു കരിമ്പൻ എന്നത്. അടുത്തത്, നാഗപാതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം. നാഗപാതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ്? കുരുമുളക്. കറുത്ത പൊന്നി എന്നറിയപ്പെടുന്നതും ഏതാണ്? കുരുമുളകാണ്. അടുത്തത് 55ാമത്തെ ചോദ്യം ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യൻ ആണ് ട്ടോ. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ്? തിരുവനന്തപുരം. അടുത്തത്, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. അടുത്തത്, സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഉടമ്പടിയാണ് സിംല കരാർ. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ. അടുത്തത്, യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതാണ്? കൂടിയാട്ടം മാത്രമാണ് ട്ടോ. ഉത്തരം ഡി ആണ്. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപം ഏതാണ്? കൂടിയാട്ടം. സിംല കരാർ ഏതു രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഉടമ്പടിയാണ്. അടുത്തത്, കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നത് തിരഞ്ഞെടുക്കുക. ഏതാണ് ശരി? പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീ ദർപ്പണങ്ങളാണ് ഇവ. ആണോ? അല്ല. വാഹനങ്ങൾ റിയർ വ്യൂ മിറർ ആയി ഉപയോഗിക്കുന്നു. അതെ, ശരിയാണ്. ഷേവിംഗ് മിററായി ഉപയോഗിക്കുന്നു. അല്ല, തെറ്റാണ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീ ദർപ്പണങ്ങളാണ് ഇവ. ശരിയാണ്. പ്രസ്താവന 2ഉം 4ഉം ആണ് ശരി. അടുത്തത്, താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക എന്നതാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. ശരിയാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണോ? അല്ല. ആരാണ്? റുദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇതിൽ ഉത്തരം ഏതാണ്? ഉത്തരം ബി ആണ് ട്ടോ. ഒന്ന് മാത്രമാണ് ശരി. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസണും. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? റുദർഫോർഡും. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക്കും ആണ്. അടുത്തത്, താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിൽ വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിൽ സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? ഏതിൽ നിന്നാണ്? കലാമീൻ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് മൂലകത്തെയാണ് സൂചിപ്പിക്കുന്നത്? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കവിൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. അപ്പം ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. മാസ് നമ്പർ 1 ആണ്. ഹെൻറി കവിൻഡിഷ് ആണ് ഈ മൂലകം കണ്ടെത്തിയത്. ആരാണ്? ഉത്തരം ബി ആണ്. ഹൈഡ്രജൻ ആണ് ട്ടോ. അടുത്തത്, താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. തന്മാത്രകളുടെ യാഥാർത്ഥ്യത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരിയാണ്. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്.
അടുത്തത് 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ്? ക്വാണ്ടം ഡോട്ടിന്റെ കണ്ടുപിടുത്തത്തിനാണ്. അടുത്തത് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ സമീർ വി കാമത്താണ് DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. 67ാമത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത് മലമ്പനി രോഗകാരിയായ പ്ലാസ്മീഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മലമ്പനി രോഗകാരിയായ പ്ലാസ്മീഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രോട്ടോസോവ കേട്ടോ. പ്രോട്ടോസോവയിലാണ് മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം പ്രോട്ടോസോവയിലാണ് ഉൾപ്പെടുന്നത്. അടുത്തത് വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നു? സാൽമൊണല്ല ടൈഫി. അടുത്തത് രക്തത്തിൽ കാണപ്പെടുന്ന ഫാങ്കോസൈറ്റിക് കോശം ഏതാണ്? മോണോസൈറ്റ്. അടുത്തത് ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം എത്ര? എത്രയാണ്? 0.8 സെക്കൻഡ് ആണ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ സമയം എടുക്കുന്ന എത്രയാണ്? 0.8 ആണ്. അടുത്തത് എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്താണ്? ലെപ്റ്റോസ്പൈറ. അടുത്തത് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേരെന്ത്? ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര് എന്താണ്? BCG ആണ് ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര്. അടുത്തത് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്ര? രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എത്രയാണ്? 9 മുതൽ 12 mg വരെയാണ് രക്തത്തിന്റെ കാൽസ്യത്തിന്റെ സാധാരണ അളവ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി ഏത്? ഏതാണ്? മെനിഞ്ചസ് ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തരപാളി. അടുത്തത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ഏതാണ്? ജീവകം K ആണ് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. അടുത്തത് ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്ന്? എന്നാണ്? ജൂലൈ 28. ജൂലൈ 28 ലോക പ്രകൃതി സംരക്ഷണ ദിനമായി ആചരിക്കുന്നത്. അടുത്തത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത്? പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏതാണ്? ഹൃദ്രം. അടുത്തത് അമീബക്ക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനും കാരണമാകുന്ന രോഗകാരി ഏത്? അമീബക്ക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിനും കാരണമാകുന്ന രോഗകാരി ഏതാണ്? നൈഗ്ലേറിയ ഫൗലേരി ആണ് കേട്ടോ. അടുത്തത് 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ന്യൂനതന സാങ്കേതിക വിദ്യാർത്ഥികൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ന്യൂനതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാരകർക്കാണ് 2023 കേരളത്തിലെ ആരോഗ്യ മേഖല ന്യൂനതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത്. അപ്പൊ നമ്മളിവിടെ 80 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതില്ല. 80 ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞത് ഇപ്പൊ 2-3 പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത്. അപ്പൊ അതിൽ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് അത് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ടും അല്ലാത്തതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റു ചില ചോദ്യങ്ങളും കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ പഠിക്കുക. PSC എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് പറയാൻ പറ്റൂല അല്ലേ. അപ്പൊ എല്ലാ ചോദ്യങ്ങളും പഠിച്ചിരിക്കുക. അപ്പൊ അടുത്ത ചോദ്യങ്ങളായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.